പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മുടെ പാഠശാലയിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മളിവിടെ അം എന്ന സ്വരചിഹ്നം പഠിക്കാൻ പോവുക. അത് ഒരു പ്രയാസമൊന്നുമില്ല. നോക്കാം നമുക്ക്. അം, ഈ അമ്മിനൊരു പൂജ്യമുണ്ട്. ഈ പൂജ്യത്തിനെ അക്ഷരത്തോടെ ചേർത്ത് കൊടുത്താൽ മാത്രം അല്ല അമ്മ. കം, ഘം, ഗം, ഘം, നം, ചം, ഛം, ജം, ജം, ഞം, തം, ഠം, ദം, ഠം, നം, തം, ധം. ഇങ്ങനെ പോകും. അക്ഷരത്തിന് കഴിഞ്ഞിട്ട് പൂജ്യം കൊടുത്താൽ ആ അക്ഷരത്തിനെ അം ചേർത്ത് വായിക്കുന്നത് സിമ്പിളാണ്. അം, കം, ഖം, ഗം, ഘം, നം, ചം, ഛം, ജം, ജം, ഞം, ടം, ഠം, ദം, ദം, നം, തം, ധം. ഇങ്ങനെ പോകുന്നു. അക്ഷരം കഴിച്ച ശേഷം പൂജ്യം കൊടുത്താൽ അമ്മെന്ന സ്വരചിഹ്നം കിട്ടും. ഇനി നമുക്ക് നോക്കാം. കംസൻ, കംസൻ, കംസൻ. ഗംഗ, ബംബർ, ബംബർ. ഖഗം, ഖഗം. മുഖം, മുഖം. തംബുരു, തംബുരു. ജംഷീർ, ജംഷീർ, ജംഷീർ. സം, സം, സംസം. വംശം, വംശം. കം, രവം. അക്ഷരം കഴിഞ്ഞ് 0 ഇട്ടാൽ അമ്മിൻ്റെ ചിഹ്നമായും കംസൻ, കംസൻ. പുരാണത്തിലെ ഒരു വ്യക്തി, അതായത് ശ്രീകൃഷ്ണൻ്റെ അമ്മാവൻ കംസൻ. ഗംഗ അറിയാലോ, നദികളിലൊന്നാണ് ഗംഗ. ബംബർ, ബംബർ അടിക്കാൻ വെച്ചാൽ ഏറ്റവും കൂടുതൽ പൈസ അടിക്കാം. ഖഗം, പക്ഷി. മുഖം, ഫേസ്. തംബുരു, ഒരു വാദ്യ ഇൻസ്ട്രുമെൻ്റാണ്, ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റാണ് തംബുരു. ജംഷീർ, ഒരു വ്യക്തിയുടെ പേരാണ് ജംഷീർ. സംസം അറിയാമല്ലോ, മക്കയിൽ നിന്ന് കിട്ടുന്ന പുണ്യതീർത്ഥത്തിനെയാണ് സംസം എന്ന് പറയുന്നത്. വംശം, നമ്മൾ നരവംശത്തിലുള്ള ആളുകളാണ്, മൃഗങ്ങളില്ല, നരവംശത്തിലുള്ള ആളുകളാണ്. രവം, ശബ്ദം. എന്നോട് പറയാം. കംസൻ, ഗംഗ, ബംബർ, ഖഗം, മുഖം, തംബുരു, ജംഷീർ, സംസം, വംശം, രവം. ലയം, 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 താളം, ലയം എന്നൊക്കെ ഇട്ടില്ല. ലയം, ലയം, ലയം. രവം, രവം. വംശം, വംശം. സംസം, സംസം. ജംഷീർ, ജംഷീർ. തംബുരു, തംബുരു. മുഖം, മുഖം. ഖഗം, ഖഗം. ബംബർ, ബംബർ. ഗംഗ, ഗംഗ. കംസൻ, കംസൻ. ഇത്തരം അക്ഷരങ്ങൾ. ഇനി 2 വിസർഗമാണ്. വിസർഗത്തിന് ഇപ്പോൾ വലിയ പ്രാധാന്യമൊന്നുമില്ല. അപ്പം ദുഃഖത്തിന് ഭൂ കഴിഞ്ഞിട്ട് 2 കുത്തുകൾ. ഖം, ഇതാണ് പഴയ രീതികൾ. അപ്പോൾ ആ ഒരു കുത്തൊന്നുമിടാറില്ല. പിന്നെ മനസ്സമാധാനം, മന എന്നെഴുതിയിട്ട് 2 കുത്ത്,
സമാധാനം. ഈ കുത്തിട്ടില്ലെങ്കിൽ 2 സായാണ്. സമാധാനം, സമാധാനം. മന എഴുതിയിട്ട് സമാധാനം. ഈ പുള്ളി ഈ വിസർഗ ഇട്ടില്ലെങ്കിൽ ഒരു സാ മാത്രം എഴുതിയാൽ മതി. വിസർഗ ഇട്ടില്ലെങ്കിൽ 2 സാ എഴുതാം. മനസ്സമാധാനം, ദുഃഖം. സംസ്കൃതം പഠിക്കുന്ന അധ്യാപകരെ നമഃ എന്നാണ് ആദ്യം സംബോധന ചെയ്യുമെങ്കിലും കൈകൂപ്പിയിട്ട് നമഃ, നമിക്കുന്നു എന്നാണ് എൻ്റെ അർത്ഥം. നമഃ. അപ്പോൾ ഹിന്ദി ടീച്ചറാണല്ലോ എന്താണ് പറയുന്നത്? നമസ്തേ ജി. ഇംഗ്ലീഷ് ആണെങ്കിലോ ഗുഡ് മോർണിംഗ് അല്ലെങ്കിൽ ഗുഡ് ആഫ്റ്റർനൂൺ അത് പറയും. മറ്റുള്ള ടീച്ചേഴ്സ് സയൻസ് ആയാലും സോഷ്യലൊക്കെ ഗുഡ് ആഫ്റ്റർനൂൺ ഗുഡ് മോർണിംഗ് ഒക്കെ പറയും. പക്ഷേ മലയാളം പഠിക്കുന്നതിന് വന്ദനം. മലയാളം പഠിക്കുന്ന അധ്യാപന വിഷയിങ്ങനെ വന്ദനം. സംസ്കൃത അധ്യാപന പഠിക്കുന്ന ഇങ്ങനെ വിഷയിനെ നമഃ. പിന്നെ ഹിന്ദി ആണെങ്കിലോ നമസ്തേ ജി. ഇങ്ങനെ ഒരു പ്രാവർത്തിക ഒരു പണ്ടെങ്കിലും ഉണ്ടാകും. ഇപ്പോൾ ഉള്ളത് എനിക്കറിയില്ല. ഇതിലുമാട്ടെ ദുഃഖം, മനസ്സമാധാനം, നമഃ. ഇത്രയേ ഉള്ളൂ ഈശ്വരിൽ നിന്നുള്ള. ഇതിന് പ്രാവർത്തികമില്ല, ഒരുപാട് പ്രചാരത്തിലില്ല. ഇനി നമുക്ക് ചില്ലുകളെന്ന് പറയാം. ചില്ലുകൾ എന്ന് വെച്ചാൽ അക്ഷരമാണ്. അക്ഷരമാണോ? അല്ല. അക്ഷരം അല്ലയോ? അല്ലാത്തത് അക്ഷരത്തിനെയാണ് ചില്ലുകൾ എന്ന് പറഞ്ഞാൽ. ചില്ലുകളെ ഒരിക്കലും നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റില്ല. അവിടെ എഴുതി മുകളിലോട്ട് വന്ന എന്ന് പറയും. അത് ചില്ലുകൾ ഏതാ? ചില്ലുകൾ. അഞ്ചെണ്ണമാണ്. എങ്ങനെ വേണേലും എഴുതാം. ഇങ്ങനെ തിരിച്ചു പക്ഷേ ഈ 5 വേണമെന്നേ ഉള്ളൂ. എഴുതി മുകളിലോട്ടിട്ട എന്ന് വായിക്കും. എഴുതി മുകളിലോട്ടിട്ട എന്ന് വായിക്കും. എഴുതി മുകളിലോട്ടിട്ട എന്ന് വായിക്കും. എഴുതി മുകളിലോട്ട് വരയിട്ടാൽ എന്ന് പറയും. എഴുതി മുകളിലോട്ട് വെച്ചാൽ എന്ന് പറയും. ഇപ്പം അതിൻ്റെ വാക്കുകൾ നമുക്ക് നോക്കാം. നോക്കാം. കാർ, 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 കവർ, കവർ, അവർ, പലർ. അപ്പം ഞാൻ എഴുതി മുകളിലോട്ട് വന്നാൽ എന്ന് പറയും. ഇതിൻ്റെ കൂടുതലുള്ള ഇത് കാർ, താർ, കവർ, അവർ, പലർ, ഇവർ. മലർ. കാർ, താർ, കവർ, അവർ, പലർ, ഇവർ, മലർ. ഇത് മനസ്സിലായല്ലോ. അടുത്തത് ഇനി അവൻ, ഇവൻ, മകൻ, പൂവൻ, പൂവൻ, അവൻ, ഇവൻ, മകൻ, പൂവൻ, അണ്ണാൻ, കണ്ണൻ. ചേർത്തിട്ടുണ്ടല്ലോ. അവൻ.
ഇവൻ ഇവൻ. മകൻ മകൻ മകൻ. പൂവൻ പൂവൻ. അണ്ണാൻ അണ്ണാൻ. കണ്ണൻ കണ്ണൻ. ഇന്ന് കഴിഞ്ഞ് ഇൾ നോക്കേ, ഇൾ. കവിൾ മകൾ. ഇവൾ മുകൾ. തേർ തോൾ വാൾ കവിൾ കവിൾ. മകൾ മകൾ. ഇവൾ ഇവൾ. മുകൾ മുകൾ. തേൾ തേൾ. തോൾ തോൾ. വാൾ വാൾ. ഇനി ഇന്ന് നോക്കിയേ, ഇൾ. കൺമണി കൺമണി. കൺമഷി കൺമഷി. കൺമഷി കൺമണി. ആൺ പെൺ. കൺമണി കൺമഷി. തൂൺ ആൺ പെൺ. അടുത്തത് ഇല്ല. വിരൽ വിരൽ. തൂവൽ കായൽ. ചിതൽ. വിരൽ വിരൽ. തൂവൽ തൂവൽ. കായൽ കായൽ. ചിതൽ ചിതൽ. വാതിൽ വാതിൽ വാതിൽ. ഇല്ലല്ലോ. വിരൽ തൂവൽ കായൽ ചിതൽ വാതിൽ. അങ്ങനെ 5 ചില്ലക്ഷരം നമ്മൾ പഠിച്ചു. നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യട്ടെ. എല്ലാവർക്കും സെൻഡ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, മറക്കല്ലേ. ഓക്കെ, ബൈ.